ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് എല്ലാവർക്കും ലീവല്ലേ, അങ്ങനെ പള്ളിക്കര ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് സൺഡേ എടുത്തൊരു വ്ളോഗാണ് ഇത് ഗായ്സ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മളത് കുറച്ച് ടൈം മാറ്റി വയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളും ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ പള്ളിക്കര ബീച്ച്. ഒരുപാട് മാറിയല്ലേ ഇവിടെയൊക്കെ. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ എന്നും സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടിരുന്നു പള്ളിക്കര ബീച്ചിലേക്കായിരിക്കും. അപ്പോൾ ബീച്ച് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒത്തിരി മാറിയിരിക്കുന്നു. നമ്മുടെ ലൈഫിൽ എന്നും രാവിലെ എണീച്ച് ജോലിക്ക് പോകാൻ വൈകിട്ട് തിരിച്ചു വരാം, പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം മൊബൈൽ നോക്കിയിരിക്കുക, അങ്ങനെയായിരിക്കും നമ്മൾ അധികം ടൈം കളയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ടൈം തീരെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയും ഒരു ഫാമിലിയുടെ ഒരു ഒത്തുചേരലിന് വേണ്ടിയും ഇങ്ങനെയുള്ള സൺഡേകളിൽ ബീച്ചിലോ മറ്റെവിടെയെങ്കിലും ഒന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ പാർക്കിലെത്തിയപ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കായി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പി അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അവനൊന്നിൽ കയറണം എന്നുള്ളൊരു താല്പര്യത്തിലായിരുന്നില്ല, എത്തിയ ഉടനെ തന്നെ ആയതുകൊണ്ട് അവനെല്ലാം ഒന്ന് നോക്കി വെച്ചു. പിന്നെ ഞങ്ങൾ ഇതിലേക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. മുമ്പ് ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ മാറിയിരിക്കുന്നു ഗൈസ്. പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഇവിടെ ഒരുപാട് ചേഞ്ച് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറാൻ തീരുമാനിച്ചു. ഇതിലൊരാൾക്ക് 150 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിൽ കയറാൻ റെഡിയായി ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ്, എനിക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. തിരമാല വരുമ്പോൾ അതൊരു ബാലൻസ് ഇല്ലാത്ത പോലെയാണ്. അങ്ങനെ ഉള്ള ധൈര്യമൊക്കെ സമ്പാദിച്ച് ഞങ്ങൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറി. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് തീരെ പേടിയില്ലായിരുന്നു ഗൈസ്. അവൻ കണ്ടോ കൈ പിടിച്ച് നടക്കുന്നത്. നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അവനിൽ പോകാൻ വേണ്ടി. തിരമാല വരുന്നത് കാണാനും അവന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിലവൻ നല്ല ഇൻട്രസ്റ്റോടെ കയറി. പിന്നെ ഗൈസ്, ഇതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഞങ്ങൾ വിചാരിച്ച അത്ര ഡേഞ്ചറൊന്നും അല്ല. ഈ തിരമാല വരുമ്പോൾ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നിന്ന് കൊടുക്കുക നടക്കുന്നിടത്ത് നിന്ന്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിരുന്നു. ഇനി ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനൊക്കെയാണ്. കുറച്ച് പേടിച്ചെങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസായി എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മോൻ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടത് അവന് തോന്നിയത്. അവനാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ളൊരു ഇതായി.
ഇതാ ഒട്ടക സവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞാപ്പിക്ക് ഈ വണ്ടിയിലൊന്ന് കയറണമെന്നൊരാഗ്രഹം. അങ്ങനെ അവനാ ഇതിലും കയറ്റി. അങ്ങനെ കുഞ്ഞാപ്പിയുടെ ഒരു റൈഡിന് ശേഷം ഇവരോട് മസാജിങ് ആണ് എടുത്തത്. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. അതെന്നെ പറഞ്ഞ നല്ല അനങ്ങും, പേടിക്കണ്ടാന്ന്. ആദി മസാജിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ പ്ലേ ഗ്രൗണ്ടിലേക്കാണ് പിന്നെ നേരെ പോയത്. അവിടെ ഒരു ഊഞ്ഞാൽ കിട്ടി ഞങ്ങൾക്ക് ഇരിക്കാൻ. ഞങ്ങളിരുന്ന് ആട്ടം തുടങ്ങി. പിന്നെ കുറേ കുട്ടികളുണ്ടായി കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാപ്പി ഒന്ന് ഉഷാറായി അതിലൊക്കെ ഒന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ ചെറിയൊരു കുട്ടി ഊഞ്ഞാലിൽ കഷ്ടപ്പെട്ടിരുന്ന് ആടി ഐസ്ക്രീം കഴിക്കുന്ന കണ്ട ഗൈസ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? ഇത് മിഥുനാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പറ്റിച്ചതാണ് കേട്ടോ. അവിടെ നിർബന്ധിച്ച് ഊഞ്ഞാലിൽ വീട്ടിലൊന്ന് ആട്ടിക്കൊടുത്തു. ആൾക്ക് നല്ല പേടിയായി. അപ്പോൾ ഇതിവിടെ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്നല്ലാതെ നല്ല വില ഇവിടെയൊക്കെ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഇരട്ടി വിലയുണ്ട് ഇതിനകത്ത് കയറിയാൽ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു എന്നല്ലാതെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും നല്ല ടയേർഡായി. ഇനി വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ. വെറുതെ ഒരു സൺഡേ നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ കളയാതെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂട്ടി ഒരു ബീച്ചിലോ പാർക്കിലൊക്കെ പോയിരുന്ന ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അത്. ഇപ്പോൾ നമുക്കിടയിൽ മൊബൈലിൻ്റെ ഉപയോഗം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ തന്നെ പരസ്പരം സംസാരിക്കുന്നത് തന്നെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സൺഡേയോ ഒരു ലീവിലെ ദിവസം ഇങ്ങനെ ഫാമിലിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഗൈസ്, ഞങ്ങൾക്ക് ഇന്നൊരു നല്ല ഹാപ്പി സൺഡേ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.